ഞങ്ങൾ കുറുമ്പി മോഡാണ് കേട്ടോ ഞങ്ങളത് കാരണം റോഡിൽ വണ്ടി നിർത്തിയിട്ട് അത് മഞ്ഞല്ലേ നല്ല ബീഫും വെള്ളപ്പത്തിന്റെ മണം. 3 ആളെ ഞാൻ വിടില്ലടേ, നോക്കിക്കോ. ആരീ ആ കണ്ട ഞങ്ങളുടെ സ്കൈയിലും ഞങ്ങൾ തന്നെ കണ്ട ഞങ്ങളുടെ കൈ കണ്ട സ്ട്രോബെറി ഉള്ള കൈ. നവീൻ സ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ. വെറൈറ്റി ആയിട്ടുണ്ട് ഇന്ന്. കരച്ചിലാണല്ലോ അവിടെ. ആരവിടെ കരയണേ? നീ ഒരു സാമൂഹിക ദ്രോഹിക്കുകയാണോ നീയെ? അതിനാണോ കരയണേ? അവിടെ നിന്നോ കുട്ടി, അവിടെ നിന്നോ. അപ്പൊ 6 കറക്റ്റ് ഫിറ്റ് ആണല്ലോ പോത്തിന്റെ ഉള്ളില്. ഡെലിബറേറ്റ്ലി അതിന്റെ ഉള്ളിൽ ഇറങ്ങി നിന്നിട്ട് അറിയാലേ. അതിനൊക്കെ എൻ്റെ അച്ഛമ്മു വിടറേ. ഇനി അവിടെ പോയിട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ വിളിക്കരുത്. ലിമിറ്റ് ആവട്ടെ. ആ സൂക്കാട്ട തിരിച്ചേ നിർത്തവർക്ക് ഫോണൊക്കെ വിട്ട് നല്ല രസമുണ്ട്. പോ. നോഗിയല്ല നവീന്നന്റെ പേര്. നോസി. ഓ മൈ ഗോഷ്. നീ പഠിച്ചാ മതി. നോസി കുഴിയിലിറങ്ങി നിന്നു. പാട്ട് പാടുന്നുണ്ട് കേട്ടോ എൻ്റെ കുട്ടി. ഡിഗോഡിസ്കാടുങ്കാളി ഡിങ്കടടുങ്ക ടുങ്കാളി ടിങ്കാടി ടുങ്കാടു. നേരെ തീർത്തേ. ഒരാൾ കൂടെ ഇരിക്കണ്ടല്ല കുട്ടിക്കുരങ്ങ്. അമ്മയ്ക്ക് എന്താണെങ്കിലും സുഖമായി ഇല്ല അമ്മ? അമ്മയ്ക്ക് ലോങ് വീക്കെൻഡ് ആയിരുന്നു. ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച, ശനി, ഞായർ എന്താണെങ്കിലും ആവശ്യത്തിന് റെസ്റ്റ് എടുത്തിട്ട് പണിക്ക് പോയാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് തുടങ്ങി. നിനക്ക് ഇവിടെ വീട്ടിലെന്താ കൂലിപ്പണി വേറെ ഉണ്ടാ? എന്നിട്ട് വേറെ പണിന്ന് പറ. ഞങ്ങളിത് കുറുമ്പി മോഡാണ് കേട്ടോ ഞങ്ങളത് കാരണം. അങ്ങനെ കളിപ്പിക്കൊക്കെ വേണം ഞങ്ങൾ തന്നെ. ഒറ്റപ്പല്ലി ഇവിടെ നിന്ന് എന്തോ പറയണ്ടേ? ഞാൻ നോക്കട്ടെ. വിജയരാഘവന്റെ മുടി ശരിയാക്കി കൊടുക്ക്. എടാ ഒറ്റപ്പല്ലി, പല്ലി കറ്റടാ. നിന്റെ ഒരു പല്ല് എവിടെ പോയടാ? എസ്മേ എസ്മേ എന്ന് പറഞ്ഞ നാവ് പുറത്തേക്ക് ഇടും. ഒറ്റപ്പല്ല് നോക്കട്ടെ. ഒറ്റപ്പല്ല് കടാ. ഇപ്പൊ ഞാൻ എടുത്തു വെച്ചാണല്ലോ. ഓക്കെ എന്നാ ഒരു ഫോട്ടോ. 3, 2, 1. പെങ്കുന്റെ പ്ലേറ്റിൽ ഇപ്പൊ ഇരുന്നേനായിരുന്നു. പെങ്കുന്റെ കണ്ണ് കാണുന്നില്ല. പെങ്കുന് അമലേഷാണല്ലോ. അമലേഷില്ല, എന്താ പറയാ, മാലക്കണ്ണ്. ഇപ്പൊ ആ പ്ലേറ്റിൽ ഇരുന്നിട്ട് മൂട്ടില് പിന്നെ നക്കേണ്ടി വന്നേനായിരുന്നു. എണങ്ങുമ്പോ ദയവ് ഇത് അപ്പിയിട്ടെടുത്ത്. രാവിലെ നമുക്ക് 1-2 തവണ ഒന്നും നിങ്ങളുടെ നപ്പി മാറ്റാൻ പറ്റില്ല കേട്ടാ. നപ്പി എന്താ എസ്മൈ മൊട്ടോട്ടായും. അയ്യോ എന്റെ ക്യാമറ കേബിൾ വലിച്ച് ഞാൻ. നല്ല മാമോട്ടാ ട്ടാ. വീറ്റ് ബിക്സും ഗൂറ്റ് ബിക്സും വെറുതെ ഗോതമ്പിന്റെ തകിട് തിന്നേണ്ട കാര്യമില്ലേ കുട്ടികള് രാവിലെ. തിന്നു. വീറ്റ് ബിക്സ് തിന്നണ്ട കേട്ടാ. വെറുതെ തവിടാണ്. തവിട് തിന്നാൻ നീ എന്താ പശുവാ? ഇവിടുത്തെ വലിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ന്യൂസിലാൻഡിലെ രാവിലെ വീറ്റ് ബിക്സ്. ഞാൻ തിന്നിട്ടുണ്ട് 5 കൊല്ലം. അമ്പോ നോ പ്രോബ്ലം. ഓക്കെ ലൈക്ക് ഇറ്റ്. ലേശം പാലും
was fiber. Yeah, we used to feed that fiber every day morning. ഒരു 150 ഗ്രാം വീറ്റ് ബിക്സ്, അതായത് ഗോതമ്പ് പൊടിയല്ല, ഗോതമ്പിന്റെ തവിട്. I don't know, man. എന്നിട്ട് എഗ്ഗിനോട് നമ്മൾ ക്യാൻസറും മറ്റേ നെയ്യും കൊളസ്ട്രോള് ഹാർട്ട് അറ്റാക്കും എഗ്ഗ് തിന്നിട്ട്. ഗുഡ് ഗുഡ് ഈറ്റിംഗ്. കിട്ടറാ ഇക്കിന്റെ അപ്പനടിക്കാൻ പറ്റത്തിന്റെ വിഷമം ഞാൻ തന്നെ 2 നിർത്തി തീർക്കും ഞാൻ. ആ ഇയ്യ ആ ആ ആ ആ തുറക്കുമ്പോ ആ മോളിന്ന് വീഴുണ്ടല്ലോ. What is a heart attack? Heart attack? Don't you know what is heart attack? Cardiac arrest. That. Yeah, your heart will stop. That's enough. Then Asmai. Motta, they consider if you eat motta, you get a heart attack. Not one motta. If you eat every day 1 motta or 2 motta, you get heart attack. Yeah, Pringu. Yeah, but you got no choice. You need to eat because we all want to die with heart attack. How is that due? ഇന്നലത്തെ അത്ര ഐസ് ഇല്ല, എന്നാലും സ്റ്റിൽ കുറച്ച് ഐസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാൻ ടെമ്പറേച്ചർ ഐ തിങ്ക് ഇറ്റ് ലുക്സ് ലൈക്ക് 8 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. പക്ഷെ ഇന്നലെ രാത്രി ആക്ച്വലി തണുപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഐസ് നമുക്ക് കാണാൻ പറ്റണേ. ഓക്കെ ബേബി ഷാക്ക് ബേബി ഷാക്ക് baby shark baby shark mommy shark Good morning Muscat, morning Konyadi with the team boom bang. മസ്കറ്റിന്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ ഓൺ ദ വേ ഫ്രം മസ്കറ്റ്. മസ്കറ്റ് എന്ന് പറയുമ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട് പറയാനായിട്ട്. എൻ്റെ പപ്പ എനിക്ക് തോന്നുന്ന ചെറുപ്പത്തില് ഞാൻ ചെറുപ്പമായിരിക്കുന്ന സമയത്തൊക്കെ പപ്പ മസ്കറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവർക്ക് അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ പപ്പ അവിടുത്തെ കൂൾ ബാറിൽ പണിക്ക് നിന്നിരുന്ന സ്റ്റാഫായിരുന്നു എൻ്റെ പപ്പ. പപ്പയുടെ അങ്കിളിൻ്റെ കടയായിരുന്നു. അങ്ങനെയാണ് മസ്കറ്റിൻ്റെ ഓർമ്മ. ഒമാൻ അല്ലേ? അല്ലേ ഗോൾഡേ? എന്നാ നീ എന്താ മിണ്ടാണ്ടിരിക്കണേ? വയറുവേദന എടുക്കണ്ട? ഗോൾഡിക്ക് വയറുവേദനയാ. പ്രിങ്ക, യു ഗോട്ട് ടു സേ സംതിങ്. വെരി ബ്യൂട്ടിഫുൾ ഡേ ആണ്. ടെമ്പറേച്ചർ അയ്യോ 3 ഡിഗ്രിയാ. ഞാൻ 8 ഡിഗ്രിയാന്ന് വിചാരിച്ചേ. അത്ര തണുപ്പായിട്ട് തോന്നുന്നില്ലല്ലോ അല്ലേ? ആ പക്ഷെ ഡോറിന്റെ ലോക്ക് ഞെക്കാൻ പോയപ്പോ തള്ളവെല്ലാം വരാണ്ട നമ്പർ അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കാണാണ്ട് നല്ല സണ്ണി ബ്യൂട്ടിഫുൾ സണ്ണി ഡേ ആണ് ആക്ച്വലി. വെരി സണ്ണി. കാൻ't wait to see summer coming in, you know. അപ്പോഴേക്കും വിന്ററോ. പക്ഷെ ഇത്തവണ ഭയങ്കര നമുക്ക് എനിക്ക് തോന്നുന്നത് ഭയങ്കര തണുപ്പായിട്ടില്ല. ഈ ഒരു മാസം മാത്രമാണ് ഇവിടുത്തെ മൗണ്ട് ഉണ്ട്. ഇവിടുത്തെ ഒരു മൗണ്ട് റുപ്പേഗോ എന്ന് പറഞ്ഞൊരു ഐസുള്ള മൗണ്ടിന്റെ അവിടെയും പോണ വഴിയൊക്കെ ഭയങ്കര സ്നോയാ. നല്ല രസമുള്ള വീഡിയോസ് ഇന്നലെ കുറച്ച് മലയാളീസ് പോയിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. I saw it on Instagram. So beauty. But I'm not a person who actually likes snows and stuff. I don't like it. I'm very sensitive. Yeah, I am hot weather man. I'm very hot, you know. I'm a hot fella. Hey. I'm a hot fella. Pingwalla. ഇവരെ രണ്ടുപേരിനെയും വണ്ടിയിൽ പോണ സമയത്തേക്ക് പറ്റിയൊരു സ്ഥലത്ത് ക്യാമറ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാമറ വയ്ക്കണമെങ്കിൽ ഓരോ സീറ്റിന്റെ ബാക്കിലും ക്യാമറ വെക്കേണ്ടി വരും. അത് പണിയാ. അപ്പൊ അത് കാരണം തൽക്കാലം നമുക്ക് ഇങ്ങനെ അവരെന്നെ കാണിക്കാട്ടോ. പോകണോ പോണേ? ഒരു പെണ്ണല്ലേ എസ്മ പെണ്ണേ ഡാഡാ എന്ന് പറയണ ഒരു വീഡിയോ അല്ലേ? കുഞ്ഞി പെണ്ണ അല്ല, എസ്മ പെണ്ണേ നല്ല കുഞ്ഞി പെണ്ണേ. ഞാനതിനെ എസ്മ പെണ്ണാക്കിയതാ. ഹലോ ഹലോ കണ്ടാ നോക്കിയ നടു റോഡിൽ വണ്ടി നിർത്തിയിട്ട് അതും മഞ്ഞല്. ആരാന്നാരോട് ചോദിക്കണേ? ഉറപ്പായിട്ട് ഇന്ത്യക്കാരായിരിക്കും, ഒരു സംശയമില്ല. അല്ലാണ്ട് നടു റോഡിൽ മഞ്ഞല എല്ല് വണ്ടി നിർത്തിയിടുവോ? ഇല്ല.
ഇന്ന് പ്രിങ്ങും ലേറ്റ് ആണ് 7 മിനിറ്റ്. എല്ലാവരും കിടന്നുറങ്ങി നേരെ വൈകിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും വിളിപ്പിച്ചിട്ട് എണീപ്പിക്കണമൊന്നുമില്ല. ഇന്ന് ഒരു ദിവസം സ്കൂളിൽ പോകാണ്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാക്കില്ല. ബാക്കിയുള്ളവനൊക്കെ ചെറുപ്പത്തിലെ ഒരു സ്കൂളിൽ പോകാണ്ടിരിക്കാൻ വീട്ടിൽ പറയാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ഇത് എത്ര എണീച്ചാലും സ്കൂളിലേക്ക് പോകണം. എന്നാ കാലമായ പോക്ക് വെക്കണേ. തന്തമാർക്കും തള്ളമാർക്കും സ്കൂളിൽ പറഞ്ഞേക്കാൻ താല്പര്യമില്ല. ഓ നമ്മളൊക്കെ എന്തുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ചില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓ മൈ ഗോഷ് മാൻ. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അവൾക്ക് സ്കൂളിൽ പോകണം. അല്ലെങ്കിൽ നീ അടുത്ത തിങ്കളാഴ്ച സ്കൂളിൽ പോകണ്ട. ക്യാൻ യു ഡു ദാറ്റ്? കണ്ടില്ലേ? I wanna go to school. നല്ല കാര്യം, പൊക്കോളൂ. വീട്ടിൽ നിന്നെങ്കിലും ആ ചലി ഒഴിഞ്ഞിട്ടിട്ട്. എന്നാ ഇമ്മാരി തിരക്കുള്ള ദിവസം അല്ലെങ്കിൽ കിടന്നുറങ്ങാന്ന് വിചാരിച്ച അമ്മയ്ക്ക് തീരെ വയറുവേദന എടുത്തിട്ട് അപ്പോഴേക്ക് എനിറ്റു 7 മണിയാകുമ്പോഴേക്കും അടിക്കും. മഞ്ഞ ഒരു മഞ്ഞക്കുത്തുണ്ട് ഇവിടെ. നല്ല ഓക്കെ. ഓണൊക്കെ അല്ലേ, മുക്കുറ്റിപ്പൂവിന്റെ മുകളിലെ പൊടിയാണെന്ന് വിചാരിച്ചോളും. പൊക്കോളോ. രസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. രസം എന്തിനാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഒരു രസം റമ്മ് ഉപയോഗിച്ചിട്ട് ഒരു രസം കോക്ടെയിൽ ഓണത്തിന് ഉണ്ടാക്കാനാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന രസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇതൊക്കെ കുറച്ച് ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് കരിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പം നമുക്ക് നല്ല ചാർഡ് കളർ രസത്തിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബേസിക് നമുക്ക് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന രസത്തിൻ്റെ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. കരിയട്ടെ വേൻ. ഇപ്പോൾ ഇത് അത്യാവശ്യം കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുറന്നു കണ്ടാ. ഇത്രയും കറുത്ത കളർ വന്നാലാണ് നമുക്ക് നമ്മുടെ ലിക്വിഡിന് നല്ല ചാർഡ് കളർ വരുള്ളൂ. ഓക്കെ, യു ക്യാൻ യൂസ് മോർ അണിയൻസ് ഇഫ് യു വോണ്ട്സ് ടു. കരിയട്ടെ നന്നായിട്ട്. ഇതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു ഞാൻ. ഇനി നമ്മുടെ ജസ്റ്റ് ടൊമാറ്റോയും അതുപോലെ തന്നെ നമ്മുടെ കൊറിയാണ്ടറും ഒന്ന് ജസ്റ്റ് ഇട്ടിട്ടൊന്ന് സ്പ്ലാഷ് ചെയ്യണം മാത്രമേ ഉള്ളൂ കേട്ടോ. എണ്ണ നമ്മൾ അധികം ഒഴിക്കുന്നില്ല, കാരണം ഇത് പർട്ടിക്കുലർലി കോക്ടെയിലിന് വേണ്ടിയിട്ടുള്ള ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണ വേണ്ട. ഇനി ഒന്ന് ഇതിനെ ഗ്ലേസ് ചെയ്തെടുക്കാം. അതേ നമ്മുടെ ലിക്വിഡ് റെഡിയാവും മീൻസ് ഞാനിതിൽ പുളി ചേർത്തു, മറ്റുള്ള രസം പൊടി ചേർത്തു, അങ്ങനെ കുറച്ചും കൂടി എക്സ്ട്രാ കുറച്ച് നമ്മുടെ അസഫോർട്ടിയുടെ കായം ചേർത്തു. അങ്ങനെ ഇതേ നമ്മുടെ ലിക്വിഡ് ശരിയാവണം. അപ്പോൾ ഇത് രസമായിട്ടുണ്ടെങ്കിൽ നമുക്ക് താളിച്ച് ഇത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഇതിനായതുകൊണ്ട് മാത്രം എണ്ണ കുറച്ചിട്ടുള്ള ലിക്വിഡാണ് എടുക്കണേ. പുളിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ബാലൻസ് ചെയ്യാം. ബട്ട് ദ ലിക്വിഡ് ഇസ് റെഡി, അല്ലെങ്കിൽ രസം ഇസ് റെഡി. നല്ല ബീഫും വെള്ളയപ്പത്തിൻ്റെ മണം വരുന്നത്. ബീഫൊന്നല്ല, ഇവളുടെ വീട്ടിലത്തെ നോർത്ത് ഇന്ത്യൻ കറിയുടെ. നോ, എനിക്ക് സ്മെല്ലൊക്കെ ബീഫ് ആൻഡ് വെള്ളയപ്പക്കറി അല്ല, നോർത്ത് ഇന്ത്യൻ കറി. പുറത്തേക്ക് ഇട്ടിട്ട് എന്തോ ചെയ്യാം. എൻ്റെ മേത്തായിടന്ന് എന്നെ ചീത്ത വിളിക്കുക ഇവള്. Sometimes I conjure with you for the Caesar, alright? You know, sometimes you act like a little child, you know. Oh, look at the sky! Bloody hell! Oh, I'm appointment. നിന്റെ അപ്പൻ്റെ ഓയിൻമെന്റ് ആണ്. നീ തുറക്കേ, കാർ തുറക്കാൻ അറിയാമോ? എന്നാടി അപ്പോയിന്റ്മെന്റ് എല്ലാം സെറ്റ് ആക്കാൻ ഞാൻ തിങ്കളാഴ്ച പോയിട്ട് അപ്പോയിന്റ്മെന്റ് ആക്കി തരും. ആരോടും പറയണ്ട. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവളുടെ അപ്പോയിന്റ്മെന്റ് നിങ്ങൾ 2 ദിവസം കണ്ടില്ലേ? ഞാൻ ഇങ്ങനെ വയ്യാതെ കിടന്നിട്ട് പോലും ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ നിന്നെ പരിചരിച്ചില്ല അല്ലേ? ഫുഡ് എല്ലാം നിനക്ക് മുത്തായിട്ട് ഫുഡ് കഴിച്ചത് ഞാൻ എന്നെ കഴിച്ചതെന്ന് പോകാൻ പറ. നിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞേ. ഇവിടെ ഏത് കാര്യം ഞാൻ ചെയ്യാത്ത ഇത് പിടി. ഫുഡ് 4 ദിവസം കഴിച്ചതെന്ന് പോകാൻ പറ. ഓക്കെ ഗൈസ്, ഞാനപ്പോ ഇവളനെ ഒന്നും ചെയ്തിട്ടില്ല, ഇവളനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല എന്നാണ് പറയണേ. മിനിറ്റിൽ ഞാൻ ഇവളനെ പോയിട്ട് വയറിതാണോ ഇതാണോ നോക്കുക, ടെൻഷൻ അടിക്കുക. അവളേക്കും വലിയ ടെൻഷൻ എനിക്ക്. വേറെ ഒന്നല്ലേ, 3 പിള്ളേരെ ഞാൻ ഒറ്റയ്ക്ക് നോക്കണേ. അതാണ് എനിക്ക് ടെൻഷൻ. വീട്ടിലെ ആളുടെ കാര്യത്തിലല്ല എനിക്ക് ടെൻഷൻ. നാട്ടുകാരുടെ കാര്യം പിന്നെ അന്വേഷിക്കുക. എനിക്ക് തന്റെ കാര്യം അന്വേഷിക്കണം ആദ്യം.
ആകെ ഒരു മനുഷ്യനുണ്ട്. വെയിറ്റ് കുറയും. രോഹിത് കഴിഞ്ഞ ദിവസം എന്നെ കണ്ണു വെച്ചെന്ന്. വെയിറ്റ് കുറയുന്ന സിക്കായ വെയിറ്റ് കുറയുന്ന. അതാണ് സിക്കായിട്ട് നീര് വെച്ചാലും വെയിറ്റ് കൂടും. ഇതിനകത്തോട്ട് ആ 2 കൈ കൊണ്ട് പിടിക്കുക, അതിന്റെ അനക്കം കുറയ്ക്കാൻ ക്യാമറമാനെത്തി. എനിക്ക് അങ്ങനെ അധികം എന്തെങ്കിലും പറഞ്ഞ അപ്പൊ വയറു തന്നെയാ. ആവശ്യമുള്ള കാര്യം പറഞ്ഞ അപ്പൊ മോനെ എന്തിട്ട് പറയണേ, മോനല്ല തന്നെ. കേക്കണവര് ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കേക്കണവര് വിചാരിക്കും ഇവിടെ മാരക രോഗി മോനാണ് നീ പറയണ കേൾക്കുമ്പോ. ഞാൻ രോഗിയാന്ന് എപ്പോഴാ പറഞ്ഞത്? ഞാൻ രോഗിയാ. ഞാനിവിടെ ചുമ്മാ നിനക്ക് കുഴപ്പമില്ലെന്ന് ആരപ്പ പറഞ്ഞു? നിനക്ക് കുഴപ്പമുള്ളപ്പോ എനിക്ക് ടെൻഷൻ. നിനക്ക് കുഴപ്പമുണ്ട്, നീ എന്റെ മോന്ത കാണിക്കുക. അവരെന്നെ കണ്ടിട്ട് ആകാശം കണ്ടത് മതി. ഞാൻ എപ്പോഴെങ്കിലും ഇവൾക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞേക്കൈ? നോ, ഞാൻ നിനക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞേ, ഞാൻ നിനക്ക് അസുഖമില്ലെന്ന് പറഞ്ഞ നല്ല കഥ. നീ എന്തിനാണ്? ഞാൻ പറഞ്ഞിട്ടില്ല. നീ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? അങ്ങനെ കേട്ടിട്ടില്ലേ നീ? എഴുതാപ്പുറം വായിക്കരുത്. ഓക്കെ കൈ. ആ നല്ല സമയം. ഗ്യാസിന്റെ അസുഖം വയറുവേദനയുള്ള ആള് ഇപ്പൊ തന്നെ ഇഡ്ഡലി കഴിക്കണം. എവിടെയാ? അവിടെ വല്ല സ്ഥലവും കുട്ടി കണ്ട? എവിടെയാ? ഓക്കെ ബാ. നീ പറഞ്ഞ സ്ഥലം കണ്ടിട്ടില്ല ചേച്ചി. അവിടെ വണ്ടി പാർക്കിങ് ആ ചേക്കളയമോ ഒന്നാ തരൂ. അവിടെ വണ്ടി സ്ഥലമില്ല ചേട്ടാ. ആ ഓക്കെ, കണ്ട സ്ഥലം കാണിച്ചെന്നോ. ആ അവിടെ ഇപ്പൊ ഒരു കാറിന് അവിടെ മുളപ്പിച്ചതായിരിക്കും. ടൊയോട്ടയുടെ കമ്പനി അതിന്റെ അടിയിൽ ഇങ്ങനെ പൊന്തി വരും കാറ്. ഞാൻ മാരിയായിക്ക് പോകുമ്പോ എനിക്ക് വലിയ ഡിസബിലിറ്റി ഇല്ല, നിനക്കൊരു ഡിസബിലിറ്റി ഉണ്ടാ? ഇപ്പൊ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും തന്നെയാ പറയണേ നന്നോട്. ബാപ്പുജി ഉണ്ട് ഇവിടെ. നീ ആ തിരിച്ചിവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടേ കുഴപ്പമുണ്ടാ? ഇല്ലല്ലോ. ഓക്കെ, മര്യാദയ്ക്ക് ആ റോയില് ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നതാ, അത് കൊണ്ടു കളഞ്ഞു. നീ നീക്കാനായിട്ട് ഇവന്റെ മൂട്ടക്കാറ് തന്നെ പോവാനായിട്ട് ഈ സ്ഥലം പോരെ? ഓ ഇത് പൊട്ടങ്ങുണാപ്പി. അവൻ വണ്ടി നേരത്തെ കൊടുക്കാ തന്നെ വണ്ടി എടുത്തിട്ട് തിരിച്ചു വിട്ടിട്ട് ഇനിയിപ്പോ ഇവിടുത്തെ പാർക്കിങ്ങും പോയി. താങ്ക് യു ഗൈസ്, ലവ് ഇറ്റ്. ഇപ്പൊ നേരത്തെ ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ കയറേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ മനസ്സിലായില്ലേ? കാട്ടിക്കൂടെ പോയിട്ട് പരിചയമുള്ളല്ലേ? വയനാടല്ലേ നിന്റെ വീട്? നീ അങ്ങോട്ട് പൊക്കോ, കാട്ടിക്കൂടെ പോകാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങി. ഗോൾഡയ്ക്ക് ഒരു ലോഡ് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ന്യൂസിലാൻഡിൽ വന്നിട്ട് സന്തോഷമുണ്ട്, കാരണം ഇത്രയും മരുന്ന് നമുക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. വേറൊന്നുമല്ല, ഗോൾഡിൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഗോൾഡയ്ക്ക് അപ്പർ ഈ ഗോൾ ബ്ലാഡറിൻ്റെ ഭാഗത്തായിട്ട് ഞെക്കുമ്പോൾ വേദനയുണ്ട്. അപ്പോൾ ഗോൾ ബ്ലാഡർ ഇൻഫെക്ഷൻ ആണോ എന്നാണ് അവർക്ക് ഡൗട്ടുള്ളത്. അപ്പോൾ അത് കാരണം ബൈൽ പ്രൊഡക്ഷൻ കുറവാണെങ്കിലും ഇതുപോലെ ലൂസ് മോഷൻ പോലത്തെ സംഗതികൾ ഉണ്ടാവും. സോ പുള്ളിക്കാരിക്ക് ഒരു സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ട്. സ്കാനിങ്ങിന് പക്ഷേ ഡേറ്റ് കിട്ടിയത് 21-ാം തീയതിയാണ്. സോ അതാണോന്ന് അവർക്ക് അറിയില്ല. ചിലപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ എന്തെങ്കിലും ഗ്യാസ്ട്രൈറ്റിസ് അല്ലേ? ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും എന്ന് പറഞ്ഞു. സോ അപ്പോൾ അതാണ് അപ്ഡേറ്റ്. ആൻഡ് ഓക്കെ അല്ല ഗോൾഡ് അല്ലേ? 2 ദിവസത്തേക്ക്. അപ്പോൾ അവർ ആൻറ്റിബയോട്ടിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആദ്യം പറഞ്ഞു നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം. ഇവിടെ ഗോൾഡയുടെ കൂടെയുള്ള ഒരു നീ മെഡിക്കൽ റിപ്പോർട്ട് മേടിച്ചാ? ആദ്യം അവർ പറഞ്ഞു മറ്റേ ഒന്ന് ആശുപത്രിയിലേക്ക് പൊക്കോ, എന്നിട്ട് അവിടെ ഇതായിക്കോന്ന്. ഗോൾഡയുടെ കൂടെയുള്ള ഒരു ചേച്ചിക്ക് ഇതുപോലെ ആശുപത്രിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞിട്ട് 3 ആഴ്ച ആശുപത്രിയിൽ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടന്നത്. അപ്പം ഞങ്ങൾ അപ്പോൾ ഇവൾക്ക് അത്യാവശ്യം നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ആൻറ്റിബയോട്ടിക്സ് തരാം, എന്നിട്ട് ഇത് സെറ്റിൽ ആവുന്നതോടനുസരിച്ചിട്ട് സ്കാനിങ് കൂടി ചെയ്ത്, സ്കാനിങ്ങിൽ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ ആണെച്ചെങ്കിൽ ആ ഗോൾ ബ്ലാഡറിൻ്റെ ഉള്ളിൽ കല്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആണെച്ചെങ്കിൽ ഇൻഫെക്ഷൻ റിമൂവ് ചെയ്യാനുള്ള പരിപാടികൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അതായിരിക്കും ഒരു നല്ല ഓപ്ഷൻ എന്ന് നമ്മളും കരുതുന്നത്. കാരണം നമുക്ക് 3 ആഴ്ചയൊന്നും ഈ കണ്ടീഷനിൽ ആശുപത്രിയിൽ പോയി കിടക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയാണ്. നമുക്ക് ഇൻഷുറൻസ് ഇല്ല വെച്ചെങ്കിൽ പക്ഷേ ഇപ്പം നമുക്ക് പറ്റില്ല. ബട്ട് അതർ ദാൻ ദാറ്റ് ഗോൾഡ് ഈസ് ഓക്കെ. അപ്പം നാളെ ചിലപ്പോൾ ഇന്നോട്ട് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗോൾഡ് ബെറ്റർ ആവുമായിരിക്കും. സോ ദാറ്റ്സ് ദ അപ്ഡേറ്റ്. കുറേ മരുന്നുണ്ട്, ആന്റിബയോട്ടിക്സ് ഉണ്ട്, ഇനി ഒമിപ്രസോൾ ഉണ്ട്. ഒമിപ്രസോൾ വീട്ടിലിരിക്കുന്നതായിരുന്നു. അതെല്ലാം അവർ തന്നു. പെനാഡോള്, ലോസെക്ക്, പിന്നെ വേറെ കുറേ ഏതാണ്ടൊക്കെ ഉണ്ട്. നിനക്ക് സന്തോഷമായില്ലേ? എന്തിനാ? എനിക്ക് സന്തോഷമൊന്നും ആയില്ല. ഇനി സ്കാൻ കഴിയണേ വെയിറ്റ് ചെയ്യണ്ടേ. നാളെ മഞ്ഞുമല കാണാൻ പോണ്ടാ? അറിയില്ല, അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം മോനെ.
മഞ്ഞുമല പോയിട്ട് ഇതേ അരുമാമയൊക്കെ മല കയറട്ടെ, നമുക്ക് സൈഡിലുള്ള കുഞ്ഞുമലയിലെ അവിടെ പോയിരിക്കാം, അത് നല്ലത്. ഇക്കല്ലെങ്കിൽ മഞ്ഞുമല നേരം എടുക്കും ഇവിടുന്ന് അവിടെ വരെ? ഇവിടുന്ന് മൗണ്ട് റൂപ്പ് 5 മണിക്കൂർ. എന്നോട് സോളിഡ്സ് കഴിക്കില്ലെന്ന് പറഞ്ഞു. എന്നാലും മോനെ എനിക്കൊരു ഇഡ്ഡലി മേടിച്ചു തരും. ഇഡ്ഡലി മേടിച്ചായിരുന്നാ? ഇഡ്ഡലി കഴിച്ചാൽ ഗോൾഡ് ബ്ലാഡറിന് കുഴപ്പമില്ല ഇഡ്ഡലി. പക്ഷെ ഇഡ്ഡലി കഴിച്ചാൽ ചിലപ്പോൾ ലൂസ് മോഷൻ കൂടും കേട്ടോ നിനക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഇഡ്ഡലി എന്നാൽ വൈകുന്നേരം മേടിച്ചാലോ? ഇപ്പൊ വേണോ നിനക്ക്? മറ്റേ ചേച്ചിയുടെ അവിടെ പോവാനാ? എനിക്ക് സത്യം പറഞ്ഞാൽ വിശക്കുണ്ടോ? ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി തരട്ടെ, സൂപ്പ് ഉണ്ടാക്കി തരട്ടെ, അതായിരിക്കും നിനക്ക് നല്ലത്. കുറച്ച് നൂഡിൽ ഇട്ടിട്ട് സൂപ്പ് ഉണ്ടാക്കി തരുന്ന. ചിക്കൻ എങ്ങനെ കിട്ടണ? ഗോൾഡയ്ക്ക് ഇതേ ഞാൻ ഇവിടെ നമ്മുടെ കുറച്ച് ഡംപ്ലിങ്സും വറുത്ത് വെച്ചിട്ടുണ്ട്. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, എന്നാലും ഞാൻ കുറച്ച് ചെയ്തു. പ്രിങ്ങോനും ഇഷ്ടമാണ്. ദെൻ ഗോൾഡയുടെ സൂപ്പ് റെഡി. ഗോൾഡ വെൻ ടു പ്രിക്ക് പ്രിങ്കു and me eating my burger. Little bit of mayo. ആരാ ചോദിച്ചു ഇത് ഞാൻ പറഞ്ഞാണോ കഴിഞ്ഞ വീഡിയോയിൽ? മയണൈസ് ആൻഡ് ബാർബക്യൂ. ഇതിൽ കുറച്ച് ഷുഗറും സ്വീറ്റ്നെസ്സും ഒക്കെ ഉണ്ട്. ബട്ട് ദാറ്റ്സ് മൈ കാർബ്സ് ഫോർ ദ ഡേ. ഇപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, സോ ഐ ക്യാൻ കോമ്പൻസേറ്റ്. സോ നൗ ഈറ്റ് മൈ ലഞ്ച്. Oh. Beautiful burger. A crispy burger. Stopping, bomb. House. ഇന്ന് പ്രിങ്ങുവിനൊരു റിലീവർ ടീച്ചർ വന്നത്രേ. എന്നിട്ട് റിലീവർ ടീച്ചർ വന്നിട്ട് പ്രിങ്ങുവിനോട് ചോദിച്ചെന്ന്, പ്രിങ്ങുവിനെ അങ്ങോട്ട് സന്തോഷമായി അങ്ങോട്ട്. അയ്യോ, പൂമ്പാങ്ങാരൻ നിന്റെ അച്ഛനാ? എൻ്റെ പൊന്നെ, എൻ്റെ പേര് വരെ ഇങ്ങനെയാക്കി കളഞ്ഞല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ താഴെ പോയിട്ട് മുകളിൽ പോയിട്ട് എഡിറ്റ് ചെയ്യട്ടെ. ഇനി എനിക്ക് താഴേക്ക് മുന്നേ പോകാൻ ബാക്കിയുള്ളൂ ഈ ചുവന് പറഞ്ഞിട്ട്. ബാക്കി എന്താണെങ്കിലും ഓണമൊക്കെ അല്ലേ, താഴെ പോയിട്ട് ഇരിക്കാം, മാവേലിക്ക് കൂട്ടൊക്കെ. ഇനിയിപ്പോൾ താത്തണം എന്നെ. HM ഏറുമയും കൂടി താത്തി. ഇപ്പോൾ വീണ്ടും ഷോൾഡർ തന്നെയാ? ഓൾറെഡി ടെൻഷൻ അടിപ്പിക്കലിട്ട് തന്നെ. എന്റെ മോളെ സത്യം പറഞ്ഞ എനിക്കുള്ള വേദനയേക്കാളും വേദനയാണ് നിനക്കുണ്ടെന്ന് പറയണത്. എനിക്ക് സഹിക്കില്ല. വേണമെങ്കിൽ ഇവൾക്കുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. Yeah. And you will be suffering with me cooking. Such a good lie അല്ല. അമ്മ എന്നിട്ട് പോണ്ടെന്ന് വിചാരിച്ചതാ. ഓണസ്റ്റ്. അതെ, HMന്റെ പണിയത്. നീ പെടും. നീ എന്റെ കൂടെ നിന്ന് പഠിച്ചാലേ പണി പഠിക്കുള്ളൂ. ഞങ്ങള് 3 ആളെ ഞാൻ വിടില്ലടേ. നോക്കിക്കോ. തന്തപ്പിടിക്ക് തന്തപ്പിടി ചാവണോളം കാത്തിരുന്നോ? 18 കഴിഞ്ഞ പോലും തന്നെ ഞാൻ വിടില്ല. ഫുള്ള് അണ്ടർ മൈ കൺട്രോളിലായിരിക്കും നീയൊക്കെ. കൺട്രോൾ. ഐ എം എ കൺട്രോളർ. കൺട്രോളാ എസ്പെഷ്യലി വിത്ത് യുവർ ഷുഗർ ഈറ്റിംഗ് ചിപ്സ് ആൻഡ് തിങ്സ്. ഇന്ന് റസ്ക് ഇല്ല കേട്ടോ. അതെ, നിനക്ക് വേണ്ടി ഞാൻ ഡംപ്ലിങ്സ് ചോദിച്ചിട്ടുണ്ട്. നീല പറഞ്ഞ നിനക്ക് ഡംപ്ലിങ്സ് വേണമെന്ന്. ഇന്നലെ ഡാഡ വേവിക്കണ സമയത്ത് നിനക്ക് ഡംപ്ലിങ്സ് വേണമെന്ന് പറഞ്ഞില്ലേ? ലഞ്ചായിട്ട് കഴിച്ചാൽ മതി. വയറിന്റെ അടിവശം കാട്ടി കൊടുത്തേ, ചെറിയൊരു ഉണ്ണി വയറ് എന്താ എന്നാട്ടാ. ഇത് ഞാൻ ചെയ്യേ, എന്റെ പണിയാ ഞാൻ ചെയ്യണേ. ഞാൻ ലെസൺ പഠിച്ചിട്ട് 42 വയസ്സ് എത്തി കേട്ടാ. No, I didn't do much of a chores at house, but I did something else. I did something else at house. Shopping. പലചരക്ക് കടയിൽ പോയിട്ട് സബോളയും തക്കാളിയും ഒക്കെ മേടിച്ചുകൊണ്ടുവന്നിരുന്നത് ഞാനാ. നീ പോണ്ടാ? നീ ഇവിടെ കുട്ടികളെ നോക്കിയിരിക്കുക. ഇത്രയെങ്കിലും നീ ചെയ്യണ എന്താ? ചില്ലറ ബുദ്ധിമുട്ട് തന്നെയാ അയാളുടെ കൂടെ. കുറച്ച് ബുദ്ധിമുട്ടൊന്നല്ല, ചില്ലറ ബുദ്ധിമുട്ട് തന്നെയാ. നീ ഒരു കാര്യം ചെയ്തോ, നീ ഡാഡയുടെ കൂടെ നിക്കണ്ടേ? നീ പൊക്കോ. ആര് പറഞ്ഞിട്ടപ്പോ നിക്കണേ? ആര് പ്രായം എടുക്കിച്ചിട്ട് അമ്മ കഞ്ഞി വെള്ളമളയെന്ന് കേട്ടിട്ടുണ്ടോ നീ? ഒരു നിർബന്ധമില്ല കേട്ടാ കുട്ടിട്ടാ. ഒരു മിനിറ്റ് പോകുമ്പോഴേക്കും വരില്ല. ഡാഡിയേ ക്യാപ്പി ഡാഡിയേ ബർഗർ. ഡാഡ ജസ്റ്റ് ഫിനിഷ് ഈറ്റിംഗ് ബർഗർ നൗ. നീ ഡംപ്ലിങ്സ് കഴിച്ചാൽ അതിൽ ഇന്ന് മിഠായില്ല, ഇന്ന് റസ്ക് ഇല്ല. ടു മച്ച് ഷുഗർ ആയി ഓൾറെഡി.
ഈ ആഴ്ചത്തെ നിന്റെ ഫ്രം എവറിത്തിങ്. ഇന്ന് ഫ്രൈഡേയും കൂടിയാണ്. You. ആ ആ അമ്മ സൂപ്പ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് നല്ലതാണോ? ഓക്കെ നോക്കട്ടെ, എന്നാൽ ഞാൻ പോയിട്ട് എഡിറ്റ് ചെയ്യട്ടെ. ആ നല്ല രസമുണ്ട് മൂത്രം കണ്ണി. ആരി ആ അവിടുത്തെ കുട്ടികളുടെ പേരൊക്കെ പറയുന്നുണ്ട്. ആരി ആരി ആരിയുടെ പേര് പറഞ്ഞ ആരി എന്ന് പറഞ്ഞേ. ജാസ് എവിടെ? നോ ജാസ് പോയാ? ഓ അവൾ കാട്ടി ഓ കൂസ്. കണ്ട ഞങ്ങളുടെ സ്കൈയിൽ ഞങ്ങൾ തന്നെ കണ്ട ഞങ്ങളുടെ കൈ കണ്ട സ്ട്രോബെറിയുള്ള കൈ കണ്ട. സ്കൈയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അൺബിലീവബിളി ഗുഡാണ്. എനിക്കറിയില്ല എത്ര കണ്ട് നിങ്ങൾക്ക് സ്കൈ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഐ ഓൾവേസ് ഗെറ്റ് സോ മച്ച് ഫാസിനേറ്റഡ് വിത്ത് ദിസ് ബ്ലഡി സ്കൈ മാൻ. ലുക്ക് അറ്റ് ദിസ്. ഓ മൈ ഗോഷ്, what a life up there, you know, unbelievably good. Look, wow, so nice, so beautiful. Look, go, the sky, mate. ശൂന്യതയ്ക്കുള്ളൊരു ഭംഗി നോക്കിയല്ലേ, എന്താ അല്ലേ, അതും വിത്ത് ദ പ്രസൻസ് ഓഫ് ദ ലിറ്റിൽ സൺ. Appreciate and embrace that every moment you live in this world. No miracles, just an evolution. ഇന്ന് കുട്ടികൾക്ക് എഗ് കസ്റ്റർഡാണ് കേട്ടോ നമ്മൾ ഡിന്നറിന് കൊടുക്കണേ. ഇതിൽ കുറച്ച് പച്ചവെള്ളവും 3 മുട്ടയുടെ മഞ്ഞയും കൂടിയിട്ടുള്ള മിശ്രിതമാണിത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് 10 grams ഷുഗർ കേട്ടോ. 1 2 ഡബിൾ ബോയിലർ വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിനെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം ചേർക്കണം ഇതൊന്ന് കുക്കായി വരുമ്പോൾ. ഞാൻ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലൂട്ടേനിയസ് അരിപ്പൊടിയാണ് ഇത്. ഇത് ഏതാണ്ട് 7-8 ഗ്രാം ഗ്ലൂട്ടേനിയസ് അരിപ്പൊടിയാണ്. അപ്പോൾ കുറച്ചുകൂടി വോളിയം കിട്ടും നമുക്ക്. മൈദേനേക്കാളും നല്ലതാണ്, അല്ലെങ്കിൽ കോൺഫ്ലോറിനേക്കാളും. ബിക്കോസ് എനിക്ക് നന്നായിട്ട് ഡൈജസ്റ്റ് ആവുന്ന സാധനമാണ് അരിപ്പൊടി. ബെറ്റർ ദാൻ ഓൾ ഓഫ് ദ സ്റ്റഫ്. സോ ഒരു തരി വാനില. ഇതേ അരിപ്പൊടി കൂടിയുള്ള കാരണം നല്ല തിക്കായിട്ട് വരുന്നുണ്ടാ. ഓക്കെ, നൗ യു ക്യാൻ ആഡ് സം ക്രീം, ഫ്രഷ് ക്രീം. ഇപ്പോൾ പാലുണ്ടെങ്കിൽ പാല് ചേർക്കാം, ക്രീം ഉണ്ടെങ്കിൽ ക്രീം ചേർക്കാം. ശ്രദ്ധിക്കുക, ക്രീം ചേർക്കുമ്പോൾ നെയ്യുള്ള കാരണം സ്പ്ലിറ്റ് ആവട്ടോ. അപ്പോൾ കുക്കിംഗ് ചെയ്യണമെന്ന് നോക്കണേ. ഇതിപ്പോൾ നമ്മൾ കഴിക്കുന്നതന്നെ കുട്ടികൾക്ക് കിട്ടുന്നതിന് മുന്നേ പ്രിങ്ങപ്പടിക്കുന്നത്. ഓക്കെ, മൈ ഫേവറേറ്റ് POV, there we go, കസ്റ്റർഡ്. ഇത് ആക്ച്വലി അവരുടെ ഒരു ഫേവറേറ്റ് ഫുഡല്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് വയറും നിറയും. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്ലൈമി ടെക്സ്ചർ എന്തോ അവർക്ക് ഇഷ്ടമല്ല. ഇനി തണുപ്പിച്ച് വേണോ കഴിക്കണ ബൂം ബാങ് റീക്ക എനക്ക് താമാക്കാം. നല്ല രസമുണ്ട് രണ്ടാളും ഒരുമിച്ച് നടക്കുന്നത് കാണാൻ. എന്നാ മമ്മ ദേ മോനല്ലു പോണു. മാമോ ഇല്ല, ചൂടൊന്നുമില്ല, ചൂടാറ്റി ഞാൻ. നീണ്ട് കാട്ടി നല്ല നല്ല സാധനമാണല്ലോ. എങ്ങനെയുണ്ട്? നൈസാണോ? ബൊമ്മ പോലെ വരുന്നുണ്ടല്ലോ. നടന്നിട്ട് പെൻഗ്വിൻ ഉണ്ട് ഇങ്ങനെ പോണത്, എംപറർ പെൻഗ്വിൻ. ആ ഒരു കുട്ടിക്കുരങ്ങ് ഇവിടെ കയറിയിരിപ്പുണ്ട്. വലിയ കുരങ്ങ് വേറെ തന്നെ വരുന്നുണ്ട്. കസ്റ്റർഡിന്റെ മണം അടിച്ച അപ്പം അടുത്തെത്തും. ആ അതെ, എസ്മ പെട്ടു. എസ്മ എന്റെ മടിയിലിരുന്ന് സെറ്റായി. ഇപ്പൊ ഇവിടെ നിന്ന് എണീറ്റ് ഓടുക. പോയി കഴിച്ചോ? പിന്നെ അവരെ കഴിച്ചു കഴിഞ്ഞിട്ട് നീ അവിടെ ആ ബോളിൽ ബാക്കിയുണ്ട് അടുത്ത കഴിച്ചത്, അത് നക്കി തീർക്ക്. അവിടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തായിരുന്നേ. ഉണ്ണിയപ്പം ഉണ്ടാക്കിയ മാവ് ഇരുന്ന് പച്ചക്ക് തിന്നു ബാക്കിയുള്ളത്. എടി ഞാൻ നിന്റെ അത്ര വീടിന്റെ അത്ര കാശുള്ള കാരണല്ലായിരുന്നു. ഞങ്ങള് നീ മാവിന്റെ ഇല തിന്നായിരുന്നല്ലേ. നീയാണോ ആട് കൊണ്ടോ എന്ന് പറഞ്ഞ ടീം അല്ലേ? ആ പക്ഷെ മാറിയിട്ട ഗൈസ് ഒരു ബോൾ മൊത്തം അടിച്ചു. ആ
അതിനൊന്നും ഉണ്ടായില്ലല്ലോ, നീ നിലത്തന്നല്ലേ വീണേ. വാ, ചുമ്മാ അവിടെ ഇരുന്നേനെ എന്തൊക്കെ വാ വിട്ട് കരയുന്ന. അത് ചിലപ്പോ കുണ്ടിൽ അങ്ങനെ തൊട്ടായിരിക്കും. എന്റെ അടുത്തടി തന്നെ പിങ്ങ വാ. അത് അവിടെ നല്ല വീണ അതിനെ അവള് എടുക്കടി അതിനെ. ആ അതിന് മാത്രം കരയുന്നു. തിരിച്ച് ആ ആ അതിന് മാത്രം കരയണം. ഇന്നലെ എനിക്ക് 9 വയസ്സായാൽ മതി ഇത്ര, എനിക്ക് 10 വയസ്സാവണ്ടെന്ന്. തന്നെ ഞാനും പറയണേ എനിക്ക് 40 ആവണ്ട, 28 മതി എന്നാ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി യുനോ. എന്നിട്ട് ബർത്ത്ഡേ നല്ല സെലിബ്രേഷൻ ആണല്ലോ എല്ലാ വർഷവും. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, പക്ഷെ വയസ്സ് കൂടാനും പാടില്ല. എന്താ അല്ലേ? എന്നിട്ട് ഇരുന്നൊക്കെ അറിയാ. ഇതില് വെള്ളാക്കിട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാ പ്രിങ്ങനോട്. ഇത് മറ്റേ പണ്ട് ചിക്കൻ ബോക്സ് വന്ന ആളുടെ ശരീരം പോലെ 2-3 തുള്ളി പപ്പടൊക്കെ വറക്കണ. ഹലോ, ഇത് എന്താ മൂക്കിന്റെ തുമ്പത്തൊരു സാധനം? ഇന്നപ്പോ പക്ഷെ ഇന്ന് കസ്റ്റർഡ് മൊത്തം അടിച്ചു കേട്ടോ. അപ്പൊ 3 മുട്ട പോയിട്ടുണ്ട് ഈ കുഞ്ഞു കുഴിയിലേക്ക്. ഈ കുഞ്ഞു കുഴിയിലാണ് കൂടുതൽ. ആ അത് മധുരമുള്ള ലേശം. എന്താ കുട്ടിക്ക് പ്രശ്നം എന്താ? ഓ സങ്കട കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? നവീൻ സ്നേഹം വർണ്ണിച്ചിടാം, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഒന്നെങ്കിൽ അങ്ങോളോ അല്ലെങ്കിൽ ഇങ്ങോളോ. ഈ കുട്ടി മറ്റേ വിളിക്ക് പഠിക്കാണല്ലോ. ഹെലൻ എന്താ ഉള്ള പേര്? ജോമോള്. വീഴ്ച വീണ നിലയ്ക്ക് എന്തായാലും 2 കളി കളിച്ചേക്കാണ്. ടൂൺ ടൂൺ. അതാ ഞാൻ പറയാൻ പറഞ്ഞേ. ആരോടും ചോദിക്കുന്നില്ല, ആരോടും പറച്ചിലില്ല. കുരങ്ങ് കായ തിന്നണ പോലെ വന്നടിക്കുക. KFC തിന്ന് കഴിഞ്ഞു പറഞ്ഞു. വാട്ട് ഈസ് ദിസ് ദെൻ? ഞാൻ തിന്നതിന്റെ സ്പീഡിൽ ഞാൻ മറന്നുപോയി. ഒരു ഡാഡേ വേണമെന്നെങ്കിൽ ചോദിച്ചു വിടറ പിങ്കാ നിനക്ക്. വേണ്ട, താങ്ക് യു, നന്ദി. മോനെ പാല് വേണോന്ന് ചോദിച്ചു. ചേച്ചി അവിടെ നിന്ന് KFC കാണുന്നില്ലേ കുട്ടി? മാലാകയുടെ പാപ്പു അയ്യോ മമ്മിയേ. എസ്മയ്ക്ക് പിന്നെ ഇരുന്ന് കഴിക്കാനുള്ള ശക്തി ഇല്ല. 8 മണിയായ മോഹാലസ്യം കൂടും. മോഹാലസ്യം. ഞാൻ ഇഞ്ഞും ഇങ്ങോട്ട് പോയേ. ജോബിന് കിട്ടുന്നുണ്ടെന്ന്. നീ സർപ്രൈസ് പൊട്ടിച്ചു. നീ ഇഡ്ഡലി അല്ല, നീ പാക്കറ്റ് പൊട്ടിക്കണം കണ്ടില്ല. നല്ല ഇഡ്ഡലി കേട്ടോ ഈ കടയിലത്തെ. ഞാൻ പറയാണ്ടിരിക്കാൻ വയ്യ. പൊട്ടിച്ചു. ഞാൻ എൻ്റെ നിനക്ക് ഓൾഡ് ഫാഷൻ. അയ്യോ നിനക്ക് കുടിക്കാൻ പറ്റില്ല അല്ലേ? സിപ്പെടുത്തോ? വേണ്ട, എനിക്ക് ഇഷ്ടമായി അണ്ടിപ്പരിപ്പ് അരച്ച ചട്നിയൊക്കെ. സംഗതി സാധനം പെട്ടയ്ക്കും ഞാൻ, എന്നാലും വേണ്ടില്ല. കണ്ണ് കാണുന്നില്ല, ചിക്കനിൽ മാത്രം കോൺസെൻട്രേഷൻ. ആ ക്യാമറയുടെ നല്ല ഇഡ്ഡലിയാണോ? KFC കുറച്ച് സൂഖിയായിപ്പോയല്ലോ. ഞാൻ പണ്ട് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ വിചാരിക്കുന്നത് നീ അടിഞ്ഞ സാധനം ഇത് എങ്ങനെ വരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ എനിക്ക് തോന്നണേ. ഹലോ, വായന്ന് മറ്റേ സാധനം വീണ് പോയിക്കണേ, അറിയാണ്ട് വീണ് പോവാ. ഞങ്ങളെ കൊച്ചിന്റെ പോയില്ല അല്ലേ? ഞങ്ങളെ കൊച്ചു കുക്കുകളാണ്. പോവും. എരിവുണ്ടാ? കുറച്ച് എരിവുണ്ട് ഇട്ടതിന്. സ്പൈസിയാണ് ഇത്, ഹോട്ട് ആൻഡ് സ്പൈസി. ഇഡ്ഡലി സാമ്പാർ മധുരം. കരയുന്നില്ലേ? ആ ശരി, എന്നോട് ഞാനോ നീ കണ്ണ് കയറാ നീ പോ. ഓ വാവ്. ഇപ്പഴോ? ഓ വാവ്. ഇഡ്ഡലി വായിൽ വയ്ക്കുമ്പോഴേക്കും വാവ് വന്നു. അല്ല മക്കളെ, ഇപ്പൊ ഉറങ്ങണില്ലേ? നല്ല KFC. പക്ഷെ തൊലി എന്തോ ഒരുമാതിരി സുനാപ്പിക്കേഷൻ ആയിട്ടുണ്ട്. What's the toli? Like which part? Like the outside? The crispy piece, yeah. Huh? In the
എന്തോ ഏ ആ ഇഡ്ഡലി വേണോ? ഇനി വേണ്ടേ എന്തിനു ഇട്ട് കൊടുക്കണേ അത് ഉഴുങ്ങണം. അപ്പം എൻ്റെ എസ്മയ്ക്ക് ഇഡ്ഡലി കൊടുക്കണമെങ്കിൽ മോനെ കുഴപ്പമില്ല. അവളുടെ ഹെൽത്ത് എനിക്ക് പ്രശ്നമില്ല. ജോബിന് ഹെൽത്ത് പ്രശ്നം. ജോബിന് ഓൾറെഡി ഇപ്പോൾ വയ്യ 40-50 വയസ്സായപ്പോൾ. 50 കാണിച്ചിട്ട് നീക്കും എനിക്ക് കാലിയായിട്ടിരിക്കാനാ. ജോബിന് എന്നെക്കാളും 10 വയസ്സിന് മൂപ്പുള്ളോ. എനിക്ക് 40, എൻ്റെ അപ്പന് 50. അപ്പന് 7 വയസ്സുള്ളപ്പോൾ ഞാൻ ഉണ്ടായി. ഈസ് എ വെരി ക്ലവർ ഫെല്ല. എന്നാണ് അപ്പോൾ മനസ്സമാധാനമായിട്ട് ഇരുന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഈ രാത്രി കൂടി ചൈൽഡ് കെയർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കൊടുത്തോ? തൊലിയല്ല കേട്ടാ. അത് കുഴപ്പമില്ല. തൊളിക്കേ നിങ്ങൾ പശുവാ തൊളിക്കാൻ. ഓക്കെ ഇത് വേഗം പോണ്ടല്ലോ. ആണോ? അച്ഛനെ ഇഡ്ഡലിയാണ് ഇഷ്ടപ്പെട്ടെ. ഓക്കെ ട്ടാ. അപ്പോൾ താങ്ക് യു. ബ്യൂട്ടിഫുൾ ഫ്രൈഡേ ഇൻ ന്യൂസിലാൻഡ്. ആൻഡ് ചിയേഴ്സ് എവരി വൺ. ഫ്രൈഡേ ചിയേഴ്സ്. അപ്പോൾ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോടെ കാണാം. അതുവരെയും ബൈ ഫോർ നോ. ബൈ ബൈ. ബുപ്പാ.